എന്താ പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് അറിയുമല്ലോ, അത് മാറില്ല. ഏപ്രിൽ 26-ലാണ് നമ്മൾ പ്രതീക്ഷ സ്ഥാപിച്ചത്. അത് എല്ലാ പ്രചരണം ചെയ്ത ശേഷവും ആ ദിവസം വോട്ട് ചെയ്ത ശേഷം എല്ലാവരും ഓടി നടന്നിട്ടാണ് ഞങ്ങളുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ജയിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ആശ്വാസത്തോടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ എല്ലാ സംസ്ഥാനങ്ങളും പ്രചരണം ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ എനിക്ക് ഒരു മാറ്റമില്ല. കാരണം ഏപ്രിൽ 26 കഴിഞ്ഞിട്ട് എന്താ മാറ്റം വരാൻ സാധിക്കുക? ഈ എക്സിറ്റ് പോൾ പറഞ്ഞാൽ ആൾക്കാരെ മനസ്സിനെ മാറ്റാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരേ പ്രതീക്ഷയോടെയാണ് ഇന്ന് രാവിലെയും ഇറങ്ങുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഞാൻ വീണ്ടും തിരിച്ച് വന്നിട്ട് ടെലിവിഷൻ കാണാൻ പോവാണ് നിങ്ങളുടെ ഒപ്പം. കേട്ടോ, ഈ പ്രചാരണ സമയത്ത് തന്നെ വലിയ രീതിയിൽ നമ്മുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിനെ കുറിച്ച് ആരോപണം ഉയർന്നിരുന്നു. ഫോണിൽ കിട്ടുന്നില്ല, ആൾക്കാർക്ക് വരാനൊക്കുന്നില്ല. അതിൽ നിന്നും മാറിയ ആയിരിക്കും ഇത്തവണത്തെ പ്രവർത്തനം. ഒരു സംശയവുമില്ല. നോക്കൂ, അഥവാ വല്ല വീഴ്ചയോ കുറവോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം. അങ്ങനെയാണ് നമ്മുടെ രീതി എപ്പോഴും. ഏത് സംഗതി ഉണ്ടെങ്കിലും ഇത് എല്ലാവരും പരാതിയായിരുന്നു. കാരണം നിങ്ങൾ പറയുന്ന പരാതികൾ മാധ്യമക്കാരുടെ എല്ലാ ആഴ്ചയും എത്ര ആൾക്കാർക്ക് സഹായം കിട്ടിയിരുന്നു എൻ്റെ ഓഫീസിൽ നിന്നും അതാരും പറയുന്നില്ല. നമ്മൾക്കറിയാം അത്ര മോശമാണെങ്കിൽ നമ്മൾ ജയിക്കില്ല. പക്ഷേ ആ സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ആ സ്നേഹവും നന്ദിയും കാണിക്കാൻ പോകണമെന്ന് എനിക്കൊരു സംശയമില്ല. 42 ഇത്ര ഇതുവരെ. അതാണ് ഞങ്ങൾ കേട്ടത്. അയ്യോ, എന്നെ ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും പറയുള്ളൂ നിങ്ങളോട്. ഞാൻ ക്രിക്കറ്റ് സ്കോറും പറയില്ല, വോട്ടിന്റെ എണ്ണവും പറയില്ല കഴിയുന്നവരെ. പക്ഷേ ഞാൻ കാണുന്ന സ്ഥിതിയിൽ ഇത് കൂടുതൽ 2019 പോലെ ആയിരിക്കും, 14 പോലെ ആയിരിക്കില്ല. പക്ഷേ നമ്മളത് എണ്ണം വന്ന ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ എക്സിറ്റ് പോളിലൊന്നും ഞാൻ വലിയ വിശ്വാസം ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ശശി തരൂർ തോൽക്കുമെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 1 ലക്ഷം ഭൂരിപക്ഷത്തോടാണ് ജയിച്ചത്. അപ്പോൾ ഒരു എക്സിറ്റ് പോളിന്റെ തോൽവി ഒരു യാഥാർത്ഥ്യത്തിൽ 1 ലക്ഷമാണെങ്കിൽ, 1 ലക്ഷത്തിൽ വിജയമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സമയം ചെലവാക്കിയിട്ട് എന്താണ് കാര്യം? ഞാൻ ഇന്ന് വിജയിക്കും, അത് നിങ്ങൾ നോക്കാം എത്ര എണ്ണയായാലും. പക്ഷെ അവസാനത്തിൽ പാർലമെന്റിൽ കയറിയ ശേഷം ആരുടെ ഭൂരിപക്ഷം ഓർവെക്കില്ലല്ലോ. നമ്മൾ ഒന്നുവരെങ്കിലും പ്രതിനിധിത്വം ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ. ആ അവകാശം തിരുവനന്തപുരത്തെ നിവാസികൾ എന്നെ നൽകുമെന്നാണ് എന്റെയും വിശ്വാസം. കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് കുറച്ചൊരു അതിശയം തോന്നി ഈ എക്സിറ്റ് പോളിന്റെ കാര്യം. പക്ഷെ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഞങ്ങൾക്കാണ് ഒരു 295 നമ്മുടെ ഘടകകക്ഷികൾ എല്ലാവരും ഒപ്പിച്ച് ചെയ്യാനും കോൺഗ്രസ് 100 കാട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതും ഞങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങൾ എല്ലാവരും പ്രചാരണം ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരു പിടുത്തമുണ്ടാവുമല്ലോ. ഇവിടെ ഒരു വിജയം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ടൈറ്റാണ്, അല്ലെങ്കിൽ അവിടെ വിജയം എളുപ്പമാണ്. അങ്ങനെ ഒരു തോന്നൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശ്രീ ഖർഗെ എത്ര ഒരു അനുഭവിയാണ്. അദ്ദേഹത്തിനൊപ്പം ഇരുന്നിട്ടാണ് ഈ നമ്പർ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് പറഞ്ഞ പോലെ ആയിരിക്കില്ല. ഇവര് പറയണത് ഇന്ത്യ അലയൻസ് മൊത്തം 150 ഈ എക്സിറ്റ് പോൾ കാണിക്കുന്നത്. ഞാൻ പറയും എന്തായാലും അതിനും കാട്ടും നല്ലോണം കൂടുതലായിരിക്കും. എത്രയെന്ന് പറയുകയാണെങ്കിൽ ഖർഗെ സാർ ഇറക്കിയ എണ്ണം 295. അതിനെ നിങ്ങൾ ഒരു യാർഡ് സ്റ്റിക്കാ വെച്ചിട്ട് പിന്നെ നോക്കൂ എന്താ വരാൻ പോണെന്ന്. ഇന്നെന്തായാലും നമുക്ക് പല കാര്യങ്ങൾ കാണാനുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.